ലക്ഷത്തിൽ പരം ഹദീസുകൾ മനഃപ്പാടമുള്ള വ്യക്തിയാണ്. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെയും സ്വഹാബത്തിനെയും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബത്തിനെയും അത്തരത്തിലുള്ള സച്ചരിതരാകുന്ന ആളുകളെയും ഖബറിടുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അവരുടെ ശരീരത്തിന്റെ വാരിയല്ലുകൾ കോർത്തിട്ടോ അവരുടെ തലച്ചോറ് പൊട്ടിത്തെറിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അസ്ഥിപഞ്ജരങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്ന രീതിയിലോ അല്ല ഖബറെടുക്കുന്നത്. പിന്നെയോ അവർക്ക് രണ്ട് ഖബറിന്റെ ഭാഗം വന്ന് ചുംബിച്ചിട്ടൊക്കെ തിരിച്ചു പോകുമെന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്. എന്നല്ലാതെ നിബിധങ്ങൾ അങ്ങനെ പറഞ്ഞ നിബിധങ്ങൾ പറഞ്ഞെന്താ? ഖബർ വായിന്ന് ഓർക്കുന്നു നബി പറഞ്ഞില്ല. ലഖദ് സമിഅതു ലഗ്തതൻ മിനൽ ഖബർ, ഖബർ ഇടുക്കുന്ന ഒരു ശബ്ദം ഞാൻ എന്റെ കർണമുടം കൊണ്ട് കേട്ടു. അതിന്റെ ഭീകരതയെ നിബിധങ്ങൾ ഉണർത്തിയില്ല. എത്രത്തോളം കേട്ടു? കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ചക്രവാളങ്ങളെ ഭേദിക്കുമാറുണ്ടായിരുന്നു അതിന്റെ ശബ്ദമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മനുഷ്യരും ചിഹ്നമൊഴികെ ബാക്കിയുള്ള സർവ്വ ജീവജാലങ്ങളും ആ ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി. മനുഷ്യരും ചിഹ്നമെങ്ങാനും ആ ശബ്ദം കേൾക്കുമായിരുന്നെങ്കിൽ അവർ ബോധരഹിതരായി വീഴുമെന്നും ഹബീബ് റസൂലുള്ളാഹി. നടക്കുന്ന സംഭവം വല്ലാത്തൊരു ശബ്ദമായി നിങ്ങൾ പറയുന്നു, വല്ലാത്തൊരു ഭീകരമായ ശബ്ദം, ഖബറെടുക്കുന്ന ശബ്ദം ഞാൻ കേട്ടുപോയി ഹബീബ് റസൂലുള്ളാഹി. പക്ഷേ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് തന്നെ പറയുന്നു, ബിദ്അത്തിന്റെ ആളുകൾ, മൗലിദിനെ എതിർക്കുന്നവർ, റാഗീബിനെ എതിർക്കുന്നവർ, ബിദ്അത്തിന്റെ ആളുകൾ, മുനാഫിഖുകൾ, ഖബർ വിശ്വാസികൾ, അത്തരത്തിലുള്ള ആളുകളെ ഖിയാമത്ത് നാൾ വരെ ഖബറിങ്ങനെ ഇടുക്കിക്കൊണ്ടിരിക്കും. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനോട് സാന്ദർഭികമായിട്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, മൗലിദ് മദ്ഹ് തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഓതാൻ പറ്റുമോ? നല്ല ചോദ്യമാണ്, ശ്രമിക്കും, നല്ലതുപോലെ ശ്രമിക്കും. തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മൗലിദ് ഓതാൻ പറ്റുമോ? അവിടെ എപ്പോഴും തെറ്റിൽ വ്യാപൃതനാണ് ഉദ്ദേശം. ഇപ്പൊ സിനിമ കാണുന്നവരുണ്ട്, സീരിയൽ കാണുന്നവരുണ്ട്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്ത് തോന്നുന്നുണ്ട്? മൗലിദ് വരുമ്പോൾ പള്ളിക്ക് കയറുന്ന മൗലിദ് തോന്നുന്നുണ്ട്, വീട്ടിൽ നിന്ന് മൗലിദ് തോന്നുന്നുണ്ട്, സീരിയൽ റാഹത്തായിട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ ഇതാരാണ്? അവരുടെ മൗലിദ് സ്വീകരിക്കൂ? ആരോട് ചോദിക്കാണ്ട്? ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്. അപ്പൊ അദ്ദേഹം അതിന് മറുപടി കൊടുത്തു, അവരിൽ നിന്ന് സ്വീകരിക്കും. അപ്പൊ വീണ്ടും ചോദ്യം, അദ്ദേഹം നമസ്കാരം ഉപേക്ഷിക്കുമെങ്കിലും സ്വീകരിക്കും. ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കും. നമസ്കാരം ഉപേക്ഷിച്ച ആളാണെങ്കിലും അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മദ്ഹ് ചൊല്ലിയാൽ സ്വീകരിക്കപ്പെടുമോ? വീണ്ടും ഇതിന്റെ അർത്ഥം നാളെ മുതൽ നമസ്കാരം നിർത്തിയിട്ട് മുകളിൽ മാത്രം ഒന്നുമെന്നുള്ള അർത്ഥത്തിലല്ല. മറിച്ച് നമ്മളിൽ എത്ര ആളുകളുണ്ട് നമസ്കാരം ചെയ്യാമെന്നും ഉണ്ടാവില്ല. അവര് റമദാൻ വരുമ്പോൾ കൃത്യമായിട്ടുണ്ടാവും, പള്ളിയിൽ തന്നെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ വീണ്ടും പുറകോട്ട്. അതുപോലെ തന്നെ എത്ര ആളുകൾ നമസ്കാരം ചിട്ട വെക്കാത്ത എത്ര ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാവും, മൗലിദിൽ പങ്കെടുത്തിട്ടുണ്ടാവും, നിബിധങ്ങളോടുള്ള നിബിധനത്തിന്റെ ആ ദിവസത്തിൽ അവർ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടാവും, അതിന് ചീരണി വിതരണം ചെയ്യുന്നതിൽ പങ്കെടുത്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു മോമിനായ മനുഷ്യനാണ് കേട്ടോ. ശ്രദ്ധിക്കണം, ഈമാനുള്ള ഒരു വ്യക്തി, അള്ളാഹുവിലും അവന്റെ റസൂലിലൊക്കെ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ തെറ്റിൽ വ്യാപൃതനായ വ്യക്തിയാണ് അദ്ദേഹം. നമസ്കാരം ഉപേക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് മദ്ഹ് സ്വീകരിക്കപ്പെടുമോ? അദ്ദേഹം വീണ്ടും മറുപടി കൊടുത്തു, അവനിൽ നിന്നും സ്വീകരിക്കപ്പെടും. നമസ്കാരം ഉപേക്ഷിച്ചവനാണെങ്കിൽ കൂടി അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടും. എന്തേ കാരണം? അദ്ദേഹം തന്നെ രേഖപ്പെടുത്തട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചൊല്ലിയതിന്റെ പേരിൽ, മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരുപക്ഷെ അല്ലാഹു അവന് പാപങ്ങൾ പുറത്തു കൊടുത്തേക്കാം എന്ന് വരെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. ഇതിനർത്ഥം നിസ്കാരം വേണ്ട, മൗലിദ് മാത്രം മതി എന്ന അർത്ഥത്തിലല്ല. നിസ്കാരം നമുക്ക് ഫർദായ സംഗതിയാണത്, ചെയ്തേ പറ്റി. അതുപോലെ നിർബന്ധമായ സംഗതിയാണ് നിബിധങ്ങളുടെ പേര് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. കാരണം കൽപ്പന ക്രിയയാണല്ലോ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്നാണ്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ സ്വലാത്ത് സലാമുകൾ ചൊല്ലണേ. സല്ലു, നിങ്ങൾ
നിങ്ങൾ ചൊല്ലണേ എന്നുള്ളത് ഒരു കൽപ്പന ക്രിയ. അൽ അംറു ഹഖീഖത്തൻ ലിൽ വുജൂബ്. ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജംഉൽ ജവാമി എന്ന നിദാന ശാസ്ത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. കൽപ്പന ക്രിയ ഖുർആനിൽ വന്നാൽ അത് നിർബന്ധത്തെ കുറിക്കുന്നതാണ്. സല്ലു, നിങ്ങൾ ചൊല്ലണേ എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട സംഗതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു നിർബന്ധമായ ഘടകമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നോക്കിക്കുന്നത്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും വിശദീകരിച്ചതാകുന്ന ഇമാം സയ്യൂദ് റഹിമഹുല്ലാഹ് അവിടുത്തെ ശറഹ് സദൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തുന്നു. ബിദ്അത്തിന്റെ ആളുകൾ, മുനാഫിഖുകൾ, കപടവിശ്വാസികളാകുന്ന ആളുകളെ ഖിയാമത്ത് നാൾ വരെ ഖബർ ഇങ്ങനെ എടുക്കുമ്പോഴോ ശരീരത്തിലെ അസ്ഥിപഞ്ജരങ്ങൾക്ക് പൊട്ടം സംഭവിക്കും, വാരിയലുകൾ കോർക്കപ്പെടും, തലച്ചോറ് പൊട്ടിച്ചെതറും, വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് ആത്മാവ് നൽകപ്പെടും, വീണ്ടും അവന്റെ ശരീരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗങ്ങൾ വന്നുകൊണ്ട് ഇടുക്കിക്കളയും, വീണ്ടും തലച്ചോറ് പൊട്ടിപ്പിള്ളരും, വീണ്ടും പഴയ കോലത്തിലേക്ക് രൂപം ഇടപെടും, വീണ്ടും അവനെ ശരീരത്തിന്റെ അസ്ഥിപഞ്ജരങ്ങൾക്ക് കോട്ടം സംഭവിക്കുമാറ് ഖബറിടിക്ക് കളയും. ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഇടുക്കിക്കൊണ്ടിരിക്കുമെന്നും ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ട് നബിതങ്ങളെ എതിർക്കുകയും മൗലിദിനെ എതിർക്കുകയും അതൊക്കെ ശിർക്കാണെന്ന് പറയുക ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ സഹോദരങ്ങൾ എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ നിൽക്കരുത്, തൗബ ചെയ്ത് മടങ്ങണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിലൂടെയാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ഖബർ എടുക്കും, എല്ലാവരും എടുക്കും. ഫവല്ലാഹി ഇന്നലിൽ ഖബരി ലഖബറതൻ ലൗ നജാ അഹദും മിൻ ലഖബറത്തിൽ ഖബരി ലനജാ സഅദ് ബിൻ മുആദ്. നിശ്ചയം ഖബറിന് ഇടുക്കമുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകൻ പറയുന്നു, ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടണം എന്ന് പറഞ്ഞ പ്രവാചകൻ തന്നെ പറയുന്നു, ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പഠിക്കണ്ടേ? നമുക്കത് പഠിക്കണ്ടേ? കൈവയ്ക്കുന്ന പുരുഷന്മാര് പഠിക്കേണ്ടവരെന്ന് കൈവയ്ക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാരെന്ന് അറിയില്ലേ? അതൊരു പെണ്ണാണ്, അതൊരു മഹദിയാണ്. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ ഫാത്തിമയല്ല, പിന്നെ അസദിന്റെ മകൾ ഫാത്തിമ, അബൂ ത്വാലിബിന്റെ ഭാര്യ, നബി തങ്ങളുടെ മൂത്തുമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബൂ ത്വാലിബ്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. അവരുടെ മകളാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. ഒരുപാട് ബന്ധങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്തുമ്മ, മരുമകന്റെ അമ്മായിമ്മ, എവിടെ നിന്നുള്ള അമ്മോശം അല്ലേ? അങ്ങനെ ഒരുപാട് ബന്ധങ്ങളാണ്. എന്താണ് ഇവരുമായിട്ടുള്ള ബന്ധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ നബിതങ്ങളെ ഗർഭധരിച്ചിരുന്ന സമയത്ത് തന്നെ വാപ്പ മരണപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് പിന്നീട് ആര് മരണപ്പെട്ടു പോയി? ഉമ്മ മരണപ്പെട്ടു പോയി. അതിനുശേഷം പിന്നീട് അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. അബ്ദുൽ മുത്തലിബ് 6ാമത്തെ വയസ്സ് എത്തുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി. പിന്നീട് അവിടുന്ന് മരണപ്പെട്ടു പോയി. 8ാമത്തെ വയസ്സ് എത്തുന്നത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുന്നത് ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ്. അബൂ ത്വാലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നീട് നോക്കുന്നത്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാവുന്ന ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയോട് നബിക്ക് വല്ലാത്ത സ്നേഹം. എന്തുകൊണ്ട്? ഒരു കൊച്ചുകുട്ടി 8 വയസ്സുള്ള ഒരു മോനെ നമുക്കുണ്ടെന്ന് സങ്കല്പിക്കുക. 8 വയസ്സാകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ തുണി അവന് നല്ലതുപോലെ ഒന്ന് അലക്കിയിടാനോ ഒന്ന് തേക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കർമ്മമോ അവൻ അറിയില്ല. 8 വയസ്സാണ്, സ്വന്തമായി ചെയ്യാൻ അറിയില്ല. ആ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ തന്നോട് സ്നേഹത്തോടുകൂടി ഒരു മകന് കൊടുക്കേണ്ട പരിപൂർണ സ്നേഹം അതിനേക്കാൾ ഉപരി കൊടുത്ത് 8 വയസ്സുള്ളതാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ലതുപോലെ നോക്കുകയാണ്. അന്ന് റസൂലുമല്ല, ശ്രദ്ധിക്കണം. നിങ്ങൾ റസൂലാണെങ്കിൽ റസൂലായിട്ടാണ് നല്ല രീതിയിൽ സ്നേഹം കൊടുത്തതെന്ന് പറയാം. ഇത് മുഹമ്മദാണ്, സാധാരണ ഒരു കുട്ടിയാണ്, 8 വയസ്സുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയെ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ പൊന്നോമനിച്ച് വളർത്തുക, സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്ത് വളർത്തി ശരിക്കും സ്നേഹിച്ചു.
ലാളിച്ച് നല്ലതുപോലെ നോക്കി. എനിക്കപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോട് കടന്നു വന്നു? ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു അൻഹ, അവര് മരണപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. സ്വഹാബത്ത് എനിക്ക് നോക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ കുറച്ചു നേരം മുന്നിൽ നടക്കും, കുറച്ചു നേരം ബാക്കിൽ നടക്കും, വീണ്ടും കുറച്ചു നേരം മുന്നിൽ നടക്കും, വീണ്ടും കുറച്ചു നേരം ബാക്കിൽ നടക്കും. ഇതിനല്ലേ അവൻ നബിയുടെ ഒരു ചരിത്രം കേൾക്കണം. തങ്ങളെ സഹാബത്ത് വീക്ഷിക്കുകയാണ്, സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ നോക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയാകുന്ന ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു അൻഹയുടെ ജനാസയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവലംബിക്കുകയാണ്, ആ ജനാസയെ അനുഗമിക്കുകയാണ്. ആ ജനാസയുടെ മുന്നിലൂടെ കുറച്ചു നേരം നടക്കുകയാണ്. എന്തോ ഒരു വലിയ പ്രയാസം നേരിട്ടതുപോലെ, എന്തോ ഒരു വലിയ വിഷമം നേരിട്ടതുപോലെ കുറച്ചു നേരം ജനാസയുടെ പിന്നിലൂടെ നടക്കുകയാണ്. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, എന്ത് പറ്റി നബിയേ, എന്ത് പ്രയാസമാണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരൊന്നും തന്നെ ശബ്ദിക്കുന്നില്ല. നേരെ മയ്യത്ത് കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ, അടക്കാൻ വേണ്ടി സഹാബത്ത് പോകുമ്പോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തേ സഹാബത്തേ, നിങ്ങൾ ഖബറടക്കരുതേ സഹാബത്തേ, ഞാനിതാ വരുന്നുണ്ട് എന്ന് അല്പനേരം നിങ്ങളൊന്ന് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ സമീപത്തേക്ക് വരുകയാണ്. സഹാബത്ത് കാത്തു നിൽക്കുകയാണ്, ആയിരക്കണക്കിന് സഹാബത്ത് നോക്കി നിൽക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് തന്റെ ശറഫാക്കപ്പെട്ട ഭൂമിയിലേക്ക് ചേർന്ന് കിടന്ന ഖമീസിനെ ഊരുകയാണ്, മഹദിക്ക് ധരിപ്പിക്കുകയാണ്. തന്നെ പ്രിയപ്പെട്ട പോറ്റുമ്മയാകുന്ന ഫാത്തിമ ബിൻത് അസ്ദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ധരിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങുകയാണ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയുടെ ഖബറിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് നമുക്ക് മക്കളില്ലയോ? ചെറുക്കള വലിയ ജുമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്വേഷണം ചെയ്യുന്ന കുടുംബാദികളില്ലയോ? രക്ഷിതാക്കളില്ലയോ? എന്നെ ശബ്ദം ശ്രമിക്കുന്ന ചെറുപ്പക്കാരാ, എന്നെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മരിച്ചാൽ നമ്മുടെ മക്കളെ നമ്മളെ ഒന്ന് താങ്ങിയെടുത്ത് ഖബറിലേക്ക് വെക്കുമോ? അത് വല്ലാതെ ചെയ്യട്ടെ, അത് നാട്ടുകാര് ചെയ്യട്ടെ. അവസാനം വാപ്പാന്റെ മുഖത്തേക്ക്, അവസാനം വാപ്പയുടെ നെഞ്ചിലേക്ക്, അവസാനം വാപ്പയുടെ അരയുടെ ഭാഗത്തേക്ക്, അവസാനമായി വാപ്പയുടെ കാലിന്റെ ഭാഗത്തേക്ക് 3 പിടി മണ്ണ് പോലും വാരിയിടാൻ മടിക്കുന്ന മക്കളില്ലയോ? എന്റെ കയ്യിൽ ചെളി വെച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നതായ മക്കള് മോശപ്പെട്ട സന്താനങ്ങളായി മാറിയില്ലയോ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിനാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. തന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചു കിടക്കുമ്പോ ആ ഉമ്മയുടെ ജനാസ കൊണ്ടുപോയി അടക്കിയിട്ട് ആ ഉമ്മയുടെ മുഖത്തേക്ക്, ഉമ്മയുടെ അരഭാഗത്തേക്ക്, ഉമ്മയുടെ കാൽഭാഗത്തേക്ക് 2 കൈയും കൂട്ടിയെടുത്തുകൊണ്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞ് ഓരോ പിടി മണ്ണ് വാരിയിടാൻ പോയി മടിക്കുന്ന മക്കളുള്ള ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പഠിക്കണേ. ചെറുക്കളയിലുള്ള പ്രിയപ്പെട്ട സഹോദരാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിലേക്ക് ഇറങ്ങുകയാണ്. ഫജലസ ഖബറിഹാ, അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ ഇരിക്കുകയാണ്. തീർന്നില്ല. ഹബീബായ നബി തങ്ങൾ ഖബറിലേക്ക് കടക്കുകയാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഖബറിൽ കടക്കുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറടക്കുന്നത്? അതേ നിലയിൽ റസൂലുള്ളാഹി കടക്കുകയാണ്. ആരാണ് ഈ ഹബീബ്? ആരാണ് ഈ ഹബീബ്? എന്തിനാണ് ഈ ഹബീബ് ഇങ്ങനെ വിഷമിക്കുന്നത്? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി ഈ സമിതത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവൻ മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ
മുസ്തഫ. ആ പ്രവാചക പൊങ്കവനാണ് തന്റെ പ്രിയപ്പെട്ട ഉമ്മയല്ല. ആ ഉമ്മ മരിച്ചപ്പോ തനിക്ക് ഇറങ്ങാൻ അറിയില്ല. അന്ന് പ്രായം ചെറുതാണ്. തന്റെ ഉപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. അന്ന് ഉമ്മയുടെ ആമിന ബീവിയുടെ ഉദരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതാ പോറ്റുമ്മയ്ക്ക് വേണ്ടി റസൂലുള്ള ഖബറിൽ ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ട പോറ്റുമ്മയുടെ ഖബറിൽ അങ്ങ് കടക്കുകയാണ്. ഹദീസിൽ കാണാം, പലമാർകൾ രേഖപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ വലതുഭാഗത്തേക്ക്, ഖബറിന്റെ ഇടതുഭാഗത്തേക്കായി തന്റെ വലത് ശരീരത്തെയും തന്റെ ഇടത് പാർശ്വത്തെയും ചേർക്കുകയാണ്. എന്തിനെന്നറിയണ്ടയോ? തന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയെ ഖബറെടുക്കാൻ പാടില്ല. കാരണം ഈ ഉമ്മ വിശന്നുകൊണ്ട്, ഈ ഉമ്മയുടെ പ്രിയപ്പെട്ട മക്കളാകുന്ന ജാഫർ, ഈ ഉമ്മയുടെ പ്രിയപ്പെട്ട മകനാകുന്ന അലി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം തന്ന പ്രിയപ്പെട്ട ഉമ്മയാണ്. ഈ ഉമ്മ ഒരിക്കലും തന്നെ ഖബറെടുക്കാൻ പാടില്ല. എന്റെ ഉമ്മയാണ്, എന്റെ പോറ്റുമ്മയാണ്, എന്റെ പോറ്റുമ്മയാണ്. ആ പോറ്റുമ്മയ്ക്ക് വേണ്ടിയില്ല ഹബീബായ നബി തങ്ങൾ ഖബറിൽ കിടന്നുരുളുകയാണ്. ആയിരക്കണക്കിന് സഹാബത്ത് നോക്കുകയാണ്. എന്താണ് ഈ പ്രവാചകൻ കാണിക്കുന്നത്? തന്റെ ശരീരത്തിൽ കടന്നതാകുന്ന വസ്ത്രമൂരിയെടുത്തിട്ട് തന്റെ ശരീരത്തിലെ കമീസൂരി പ്രിയപ്പെട്ട പോറ്റുമ്മയ്ക്ക് ധരിപ്പിച്ചിട്ട് ശരീരത്തിലതാ കേവലം ഒരു മുണ്ട് മാത്രം ധരിച്ച് ഖബറിനുള്ളിൽ കടന്നിട്ട് തലങ്ങും ബലങ്ങും തിരിഞ്ഞു പറയുകയാണ്. എന്നിട്ട് നബി തങ്ങൾ ഖബറിൽ കടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ യഗ്ഫിർ ലി ഉമ്മി ബഅദ ഉമ്മി ബിഹഖ്ഖി നബിയിക വൽ അൻബിയാഇ الذين من قبلي. അല്ലാഹുവേ, പടച്ചറബേ, എന്റെ ഉമ്മയ്ക്ക് ശേഷം പോറ്റുമ്മയായി വന്ന ഫാത്തിമ ബിൻത് അസദിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രവാചകർക്ക് മുമ്പേ നടന്നു നീങ്ങിയതായ 1,24,000 മുർസലീങ്ങൾ അവരുടെ ബറക്കത്ത് കൊണ്ട്, പ്രവാചകന്മാരുടെ ബറക്കത്ത് കൊണ്ട്, ഹഖ്ജാഹ് ബറക്കത്ത് കൊണ്ട് എന്നെ പോറ്റുമ്മയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. എന്റെ ഉമ്മയാകുന്ന ആമിന ബീവിക്ക് ശേഷം ഉമ്മയായി കടന്നു വന്ന ഫാത്തിമ ബിൻത് അസദിന് നീ പൊറുക്കണേ അല്ലാഹ്. ഹബീബായ നബിതങ്ങൾ ഖബറിൽ നിന്നേക്കുകയാണ്. ഖബറതാ കൊണ്ടുവന്ന് നടക്കുകയാണ്. ജനാസ ഖബറിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടുകയാണ്. ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് നബിതങ്ങൾ പുഞ്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്രേ മാ സമിഅതു ലഗതതൻ മിനൽ ഖബർ. സഹാബത്തെ എന്റെ പ്രിയപ്പെട്ട പോറ്റുമ്മയുടെ ഖബർ ഇടുക്കിയതായി ഞാൻ കേട്ടില്ല. അവരെ ഖബർ ഇടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. കാരണം നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം ചേർന്നതാകുന്ന മണ്ണ് എങ്ങനെയാണ് ഖബറിലേക്ക് വന്ന് ചേരുക? എങ്ങനെയാണ് ജനാസ എടുക്കുക? ഇതൊരു സാധാരണ വ്യക്തിയല്ലല്ലോ, ഇതൊരു സാധാരണ വ്യക്തിത്വമല്ലയോ. ആ പ്രവാചക പുങ്കവന് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഖബറിടക്കിയിട്ട് പറയുകയാണ്, ഖബറ് എടുക്കുന്ന ശബ്ദം ഞാനും കേട്ടില്ല സഹാബായെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഖബർ നിസ്സാരമല്ല. അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടുള്ളൂ. ആരാണത്? ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. കിസ്സക്കൊണ്ടൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ഖബറിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു വനിത. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? മൂത്തുമ്മയാണ്. നബി തങ്ങളുടെ മകളുടെ അമ്മായിയമ്മയാണ്. അബൂ താലിബിന്റെ ഭാര്യയാണ്. എത്രയോ ബന്ധങ്ങളാണ് പറയാൻ പറ്റും. ആ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും വല്ലാതെ സന്തോഷിച്ചു. നബിയുടെ സന്തോഷത്തിൽ അവരും പങ്കാളികളാണ്. അതേ രീതിയിൽ നമ്മളുമായി തീരണമെങ്കിൽ എന്തിനു വേണം? അമൽ വേണം. അമലിന് ഏറ്റവും വലുതാണ് വിശുദ്ധമായ ഖുർആൻ ഓതൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുടെ പ്രകീർത്തനം പോലെ തന്നെ നമുക്ക് വിശുദ്ധമായ ഖുർആൻ ഓതാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ തൗഫീഖാണ്, ചെറിയ തൗഫീഖല്ല. ഒരൊറ്റ ഹദീസ് പറഞ്ഞു
ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നാൽ അവനെ കരുണ ചെയ്യപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു. ഖുർആൻ നമ്മൾ കേൾക്കുന്ന ഓതിന് കേട്ടാൽ ഒരാളുടെ സന്ദർഭത്തിൽ നല്ലതുപോലെ കേട്ടിരുന്നാൽ തന്നെ അവൻ എന്ത് കിട്ടും? കരുണ കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരുടെ കരുണ? അല്ലാഹുവിന്റെ കരുണ. ഈ കരുണ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് സ്വന്തം സഹോദരനെ കാണുമ്പോൾ വെറുപ്പ്, സ്വന്തം മാതാപിതാക്കളോട് വെറുപ്പ്, സഹോദരങ്ങളോട് വെറുപ്പ്, അയൽവാസികളോട് വെറുപ്പ്, കാണുന്നതൊക്കെ വെറുപ്പായി മനസ്സിൽ തോന്നാൻ കാരണം എന്താ? നമുക്ക് അല്ലാഹു കരുണ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. കരുണ നമുക്ക് ചൊരിഞ്ഞിട്ടില്ല. കരുണ ചൊരിയണമെങ്കിൽ കുറെ ഖുർആൻ നമ്മൾ കേൾക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പഴയ കാലഘട്ടത്തിലായി വെള്ളിയാഴ്ച ദിവസം രാവിലെ 7 മണിക്ക് സൂറത്തുൽ കൗഫ് റേഡിയോയിൽ വരുമ്പോൾ ഒക്കെ എല്ലാവരും വെക്കുമായിരുന്നു. പഴയ മഞ്ഞ സൂറത്തിൽ അങ്ങനെ ഓതുന്നതിന് ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നു. സൂറത്തുൽ കഹഫ് പണ്ട് വെള്ളിയാഴ്ച ദിവസം 7 മണിക്ക് രാവിലെ വരുമ്പോൾ ദൂരദർശൻ ചാനലിൽ വരുമ്പോഴത്തേക്കും അത് കേൾക്കാൻ വേണ്ടി റേഡിയോയോട് ഭയങ്കര സംഭവമായിട്ട് ആളുകൾ ആ റേഡിയോ വെച്ച് വീട്ടിലിരിക്കുന്ന കേൾപ്പിക്കും. ആ കഹഫ് സൂറത്ത് തീരുന്നണം പണ്ടില്ലേ രാവിലെ കേട്ടപ്പോഴത്തെ ആരും നിങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല സാധനം. ഖുർആൻ നല്ലതുപോലെ സുബഹി കഴിഞ്ഞ് പണ്ട് കേട്ടിരുന്നവരെ കൈകൾക്കില്ല, മുമ്പ് കേട്ടിരുന്നവർ ഒന്നുമില്ല. ഇനി കേൾക്കാൻ തയ്യാറുള്ളവരുടെ കൈകൾക്കില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഖുർആൻ നിങ്ങൾ കേൾക്കാനേ ഇല്ല, അതാണ് പ്രശ്നം. ഒരൊറ്റ ഹദീസ് തരാം, ഇതോടുകൂടി നിങ്ങൾ ഖുർആൻ കേൾക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. قال رسول الله صلى الله عليه وسلم يدفع المستمع القرآن بل والدنيا وعن دار القرآن بل والآخرة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ ആരെങ്കിലും കേൾക്കാൻ തയ്യാറാവുന്നുണ്ടോ? യുദ്ഫഉ മുസ്ലിമീൽ ഖുർആൻ ബൽ വദ്ദുനിയാ. ഭൗതിക ലോകത്തെ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ തൊട്ട് അവനെ തടുക്കാൻ നിദാനമാണ് വിശുദ്ധ ഖുർആൻ കേൾക്കലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ കേൾക്കണം. ഖുർആൻ കേൾക്കാൻ തയ്യാറായാൽ ഭൗതിക ലോകത്തെ വിപത്തുകളെ തൊട്ട് തടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സഹോദരങ്ങളാണ് പാതിരാത്രി സമയത്ത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നവരല്ലയോ, സിനിമാ പാട്ടുകൾ ആസ്വദിക്കുന്നവരല്ലയോ. ഇത്തരത്തിൽ മോശപ്പെട്ടതാകുന്ന സിനിമാ ഗാനങ്ങളും സിനിമാ പാട്ടുകളും കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ചെറുക്കളയിലുള്ള കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ സഹോദരിമാരാണ് ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും വാഹനത്തിൽ യാത്ര ചെയ്തിരുന്നാലും അവന്റെ കാലിൽ ഹെഡ്സെറ്റാണ്. വാഹനത്തിൽ കാറിൽ സഞ്ചരിച്ചാലും കാറിലിട്ടുകൊണ്ട് സിനിമാ പാട്ടുകൾ കേൾക്കുന്നവരല്ലയോ. പരിശുദ്ധമായ ഖുർആൻ കേട്ടുകൂടെയോ? വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലേക്ക് ഒന്ന് തിരിച്ചു വന്നോടെയോ? വാഹനത്തിൽ നീ യാത്ര ചെയ്യുമ്പോ സിനിമാ പാട്ടുകൾക്ക് പകരം നിന്റെ മൊബൈലിലേക്ക് വിശുദ്ധമായ ഖുർആൻ കയറ്റി വെച്ചിട്ട് ആ ഖുർആൻ ഒന്ന് കൊണ്ട് ഓക്സ് മുഖേന ഒന്ന് കണക്ട് ചെയ്തിട്ട് നീ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് കേൾക്കണേ. ആ യാത്രയിലുള്ള പല മുസീബത്തുകൾ യുദ്ഫഉൽ മുസ്തമിൽ ഖുർആൻ ബൽ വദ്ദുനിയാ. ആ യാത്രയിലുള്ളതാകുന്ന അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് എല്ലാം തന്നെ കാവലാണ്, കാവലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ ഇങ്ങനെ വാഹനത്തിൽ പോയിട്ട് കോളേജ് കുട്ടികൾ ഈ അടുത്തുണ്ടായിരുന്നു കോളേജ് കുട്ടികൾ ബസ്സിൽ പോയിട്ട് കൊക്കയിലേക്ക് മടങ്ങി. എന്താ കാര്യം? പാട്ടേതാ? ജിമിക്കി കമ്പനി പുള്ളിക്കൊണ്ട് പോയതാ. ഖുർആൻ കേട്ടിട്ട് യാത്ര ചെയ്തോണ്ട് ഖുർആൻ കേട്ടുകൊണ്ട് യാത്ര ചെയ്തിട്ട് അപകടമുണ്ടായ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഖുർആൻ കാസറ്റ് ഇട്ടിട്ട് യാത്ര ചെയ്യുന്നത് നോക്കും. എവിടെ ഭയങ്കര മൊബൈലില് മുഴുവൻ അശ്ലീലത നടന്നിരിക്കുകയാണ്. പറയാതിരിക്കുന്നത് തന്നെയാണ്.
ഓരോരുത്തരുടെയും എല്ലാ സഹോദരങ്ങളുടെയും ചെറുപ്പക്കാരുടെയൊക്കെ മൊബൈൽ ഒന്ന് പരിശോധിക്കണം. കൊച്ചുകുട്ടികൾക്ക് മൊബൈൽ മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? ആ കുട്ടികളുടെ മൊബൈൽ വാങ്ങി മാതാപിതാക്കൾ ചെക്ക് ചെയ്തതിന്റെ അവസാനം എന്തായി തീരുക? ഈ കുട്ടി ആരുടെയും അവിടെ ഒളിച്ചോടി, അന്യ സഹോദരനോട് ഒളിച്ചോടി, അവസാനം പിന്നെ മുന്നേറുന്നത് എന്റെ മോൾ ഒളിച്ചോടി. എന്താ കാരണം? എങ്ങനെ ഒളിച്ചോടിയത്? അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാകുന്ന സെറ്റ് മുഖേനയാണ്. അവരതിലൂടെ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഡെയിലി ചാറ്റിങ് നടത്തുന്നത്. അപ്പൊ ആരാ തെറ്റുകാരൻ? നമ്മൾ വലിയ കൂടിയ മൊബൈലും മക്കൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് മോനെ ലക്കമിടുന്നാളെ ഇത് വാങ്ങാനുള്ള കാശി എന്ന് പോലും വാപ്പ ചോദിക്കുന്നില്ല. അത് വല്ലുപോലും അല്ലമില്ല, എന്നോട് അവൻ ആശ്രയിച്ചില്ല. നന്നായി ആരെങ്കിലും മൊബൈലിന് ഹയവൻ അടിച്ചോളൂ. ശ്രദ്ധിക്കുന്നില്ല മാതാപിതാക്കളുടെ അശ്രദ്ധ. അവസാനം ഈ പെണ്ണോ അല്ലെങ്കിൽ ഈ സഹോദരനോ ഒളിച്ചോടി കഴിയുമ്പോ ഓടി വരും. അല്ലെങ്കിൽ തിരിച്ചു വരാൻ ഞാൻ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അവരുടെ മൊബൈലൊക്കെ നടക്കുന്നത് ചെക്ക് ചെയ്യണം മാതാപിതാക്കൾ. മക്കളുടെ അത്തരത്തിലുള്ള ബന്ധം വരണം. അല്ലാതെ മക്കൾ വന്നു കഴിഞ്ഞാൽ മക്കളുടെ വർഷം കഴിച്ച് പോയി കടന്നു അങ്ങനെ പാടില്ല. അവർ വിളിച്ചവരുടെ മൊബൈൽ ചെക്ക് ചെയ്യണം. നല്ല രീതിയിൽ അവർക്ക് തർബിയത്ത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ അശ്ലീലതകളാണ്, സിനിമാ പാട്ടുകളാണ്, സിനിമാ ഗാനങ്ങളാണ്, വീഡിയോ കൊണ്ട് പല സിനിമകളും അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പുതിയ പുതിയ പടങ്ങൾ വരെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുക. രാത്രി ഹെഡ്സെറ്റ് വെച്ചതാണ്. അവരുടെ നെറ്റിയിലുമൊക്കെ ഉള്ളതും അത് തന്നെയാണ്. അതുകൊണ്ട് ആ മക്കളെ നല്ല രീതിയിലേക്ക് നേർവഴിയിലേക്ക് കൊണ്ടുവരണം. അവർ ഖുർആൻ കേൾക്കട്ടെ, നല്ലൊരു സൂറത്ത് അവരത് പഠിക്കട്ടെ. എന്നിട്ട് അത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഞാൻ വെറുതെ ചോദിക്കാൻ, നമ്മൾ ഈ യാത്ര ചെയ്യുന്ന കാണുന്നില്ലേ? നമുക്ക് തന്നെ അറിയാം ആ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇരിക്കുന്ന അവരെന്ത് കേൾക്കണം. ഞാൻ പാട്ട് കേൾക്കാം. എല്ലാവരും ഖുർആൻ കേൾക്കുകയാണെന്ന് ഇന്ന് വരെ നമുക്ക് ബോധം വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. തമാശക്ക് പറയില്ല, ഓരോരുത്തരും പറയും. ഈ ഹെഡ്സെറ്റും ഇതൊക്കെ വെച്ചുകൊണ്ട് പോകുന്നവർ അവരെന്താണ് ആസ്വദിക്കുന്നത്? സിനിമാ പാട്ട് തന്നെയാണ് ആസ്വദിക്കുന്നത്. എന്താണിത്? അതും പരസ്യമായി ഒരു പടിയില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിൻ യാത്രയിൽ കർണാടകയിലേക്ക് ഉത്തരങ്ങാടി സ്ഥലത്ത് പോകുന്ന സന്ദർഭത്തിൽ അന്ന് അതിനു വേണ്ടി പോകുമ്പോൾ ട്രെയിനിൽ ഒരു മുസ്ലിം പെൺകുട്ടി, ഞാൻ എവിടെ ഇറങ്ങിയെന്ന് ഞാൻ സ്റ്റോപ്പ് പറയുന്നില്ല, മുസ്ലിം പെൺകുട്ടി കോഴിക്കോട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും AC കോച്ചിൽ ഒരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടി കയറി ഇരുന്നിട്ട് ലൗഡ് സ്പീക്കറിൽ സിനിമാ പാട്ടില്ല. മോർപ്പേക്ക് അതൊക്കെ തന്റെ അടുത്ത് മാത്രമുണ്ട്. തട്ടിവിട്ടൊരു പെണ്ണാണ്. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ AC കോച്ചിനകത്തൊക്കെ ഇത്തരത്തിലുള്ള കോമകളാണ്. ഹേവാമാർ കണ്ണത്തെ ഹെഡ്സെറ്റ് വെച്ച് അവനവന്റെ ചെവി പഠിച്ചാൽ പോലെ ബാക്കിയുള്ളവരോട് സിനിമാ പാട്ട് കേൾപ്പിക്കാൻ ഭയങ്കര ഓടിയെത്തി കേൾപ്പിക്കുക. ഇത് പെണ്ണുങ്ങൾ വരെ തുടങ്ങിയുള്ള സഹോദരങ്ങൾ എവിടെ എത്തിക്കാനും ഒരു മടിയില്ല. അവിടുത്തെ ആളുകൾ ഇപ്പോൾ അന്യ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവരൊക്കെ ഇങ്ങനെ നോക്കണം ഈ പെൺകുട്ടി ഏതാണ്. ഈ പെൺകുട്ടി ഒരു മടിയില്ല. തലയിലൊക്കെ ഈ ഓടി ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരാളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാണുന്നുണ്ട്. അതിനൊക്കെ വാസിയെ കാണുന്നത് ഒരു വിഷയമില്ല. ഒരു വിഷയമില്ല. മടിയില്ല. എനിക്കിക്കാൻ വയ്ക്കാൻ എന്നാണ് അല്ലാഹു ആക്കട്ടെ. ഈമാനിന് പോയില്ലേ? ഞാൻ പറഞ്ഞ ഒരു പേടിയിലെ ഭയപ്പാടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ, ലാ തഖൂമു സഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്, ലാ തഖൂമു സഅ. സഹാബത്തെ ഈ ലോകം അവസാനിക്കുകയില്ല, ഈ ലോകം അവസാനിക്കുകയില്ല. ഇല്ല അലാ ശറാരിൽ ഖൽഖ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമു സഅ അലാ അഹദി യഖൂലു എന്ന മഹത്തായ കലിമ ഒരാൾ പോലും ഉച്ചരിക്കാത്തതാകുന്ന കാലഘട്ടം കടന്നു വരുമ്പോ ഈ ലോകം അവസാനിക്കുമേ എന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി. ഇന്ന് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേൾക്കുന്നതായ ചെറുപ്പക്കാർ യുവതികൾ കടന്നു വന്നില്ലയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വിശുദ്ധമായ ഖുർആൻ കേൾക്കണേ, പ്രചരിപ്പിക്കണേ. ഹബീബായ നബികൾ പറയുകയാണ്, യുദ്ഫഉൽ മുസ്ലിമീന ഖുർആൻ ബൽവ ദുനിയാ. പരിശുദ്ധമായ ഖുർആൻ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഖുർആൻ കേൾക്കാൻ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ? രാത്രി
രാത്രിയിൽ സർവ്വരും ഉറങ്ങുകയാണ്. നിശയുടെ നിശീതതയിൽ കൂരിനെട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നവരുണ്ടോ? ഖുർആൻ കേൾക്കാൻ തയ്യാറാവുന്നവരുണ്ടോ? അവർക്ക് ഈ ഭൗതിക ലോകത്തെ ബുദ്ധിമുട്ടുകൾ മുഴുവനും തടുക്കാൻ നിദാനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി വഅൻതാലിൽ ഖുർആൻ ബൽ വൽ ആഖിറ. ഖബർ ജീവിതത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് ചോദിക്കണമെന്നുള്ള, ഖബർ ജീവിതത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, അതിനുള്ള ഉപാധി എന്തെന്ന് ചോദിക്കുന്ന സഹോദര, അതിനുള്ള രക്ഷാ കവചം എന്തെന്ന് ചോദിക്കുന്ന പെണ്ണടെ ഒന്ന് മാത്രമാണ് തിലാവത്തുൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തുടരെ ഒന്നുകൊടുത്തുകൊണ്ട് കിബിലെ കവിമമായിരിക്കണേ. വിശുദ്ധമായ ഖുർആൻ ഓതണേ. എല്ലാ രാത്രിയിലും ഒരു പേജെങ്കിലും വിശുദ്ധമായ ഖുർആൻ നീ ഓതണേ. എത്ര തിരക്കുള്ളവനാണെങ്കിലും ഖുർആനുമായി ബന്ധം വേണേ, ബന്ധം വേണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ ആരെങ്കിലും ഓതുന്നുണ്ടോ? ആഖിറത്തിലെ ബലാമുസീബത്തുകളെ തൊട്ട് തടുക്കാൻ അത് നിദാനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആഖിറം എവിടെയാണ് സഹോദര? ആഖിറം ഖബർ ജീവിതത്തോടുകൂടി തുടങ്ങുകയല്ലോ. ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള തുടക്ക ഭവനം, തുടക്ക സ്ഥലം അത് ഖബറാണ്, ഖബറാണ്. അതുകൊണ്ട് ഖബറിലേക്ക് നമ്മൾ പോകുമ്പോ വിശുദ്ധ ഖുർആൻ കൈ പുസ്തകമാക്കണേ, കൈ ഖുർആനാക്കണേ. ഹബീബായ നബി അങ്ങനെ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു അത്രേ, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്, റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണെന്ന് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ, അൽ ഹാലു വൽ മുർതഹീൽ. സഹാബത്തുകളെ ചോദിക്കുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ യാ റസൂലല്ലാഹ്. എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ നബിയേ? എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു അത്രേ, ഇദാ ഖതമ ഖതമതാ ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതി കഴിഞ്ഞാൽ, ഒരു ഖതമ പൂർത്തീകരിച്ചാൽ വീണ്ടും ഫാത്തിഹ തുടങ്ങി വെക്കുകയാണ്, വീണ്ടും ഖുർആൻ തുടങ്ങി വെക്കുന്നവനാണ്, വീണ്ടും അതാ സൂറത്തുൻ നാസ് വരെ ഓതുകയാണ്, വീണ്ടും ഫാത്തിഹ സൂറത്ത് തുടങ്ങി വെക്കുന്നവനാണ്. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധം പുലർത്തുന്ന ഏതൊരു മനുഷ്യനുണ്ടോ അവനാണ് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ചെറുക്കളിലുള്ള സഹോദര. ഇൽമിന് വേണ്ടി നമ്മുടെ മക്കളെ പറഞ്ഞേക്കണേ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ പറഞ്ഞേക്കണേ. എത്രയോ ഹാഫിളീങ്ങൾ നമുക്കുണ്ട്, എത്രയോ ആലിമീങ്ങൾ നമുക്കുണ്ട്, എത്രയോ മക്കൾ നമുക്കുണ്ട്. 5 മക്കളുടെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ ഒരു മകനെയെങ്കിലും ദീനിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരണേ. ഈ പരിശുദ്ധ ശരീഅത്ത് നിലനിൽക്കണം. വിശുദ്ധ ഖുർആനിന്റെ ആശയാദർശങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ ഒരു കുട്ടിയെ കൊണ്ടെങ്കിലും സാധിക്കണമെന്നുള്ള നിയത്തിൽ നമ്മുടെ ഒരു മകനെയെങ്കിലും ഹിഫ്ദിന് വേണ്ടി പറഞ്ഞേക്കണേ. ഖുർആനിന്റെ വാഹകരാക്കണേ, ഖുർആനുമായി ബന്ധപ്പെടുത്തണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന റജുല യൽഖാ സാഹിബഹു ഹീന യൻശഖുൽ ഖബറു അൻഹു. ഒരു മനുഷ്യനെ ഇതാ ഖബറിലേക്ക് വെച്ച് ആ ഖബറിലെ വിചാരണ കഴിഞ്ഞ് നാളെ മഹ്ശറിലേക്ക് സൂറന്ന കാഹളത്തിന്റെ 3ാമത്തെ ഊത്തൂരി കഴിയുമ്പോ മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോ ഖബറിൽ എഴുന്നേൽക്കുന്ന മനുഷ്യൻ, അവന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുകയാണ്. ഖബറിൽ കിടക്കുന്ന സഹോദരി എഴുന്നേൽക്കുമ്പോ അവരുടെ മുന്നിലേക്ക് നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ കടന്നു വരുകയാണ്. നല്ല താടിയുണ്ട്, നല്ല തലപ്പാവുണ്ട്, ശുഭവസ്ത്രധാരിയാകുന്ന വെളുത്ത മനുഷ്യനാണ് കടന്നു വരുന്നത്. ആ മനുഷ്യൻ അവനോട് ചോദിക്കുകയാണ്, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയില്ലയോ എന്ന് ചോദിക്കുമോ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയും അത്രേ, ലാ അഅരിഫു, എനിക്ക് നിന്നെ അറിയുകയില്ല. ഫയുഖാലുഹു, വീണ്ടും അവനോട് ചോദിക്കും,
ചോദിക്കുമത്രേ, ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയില്ലടാ, അറിയില്ലടാ, നിനക്കെന്നെ അറിയില്ലയോ. വീണ്ടും ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയുകയാണ്, ലാ അഅരിഫു, എനിക്ക് നിന്നെ അറിയുകയില്ല എന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറയുകയാണ്, അന സാഹിബുൽ ഖുർആൻ, അന സാഹിബുൽ ഖുർആൻ അല്ലദീ അൽമൗതുക ഫിൽ അവാജ് വസഹറത ലൈലക. അതിരാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ ഓതി തീർത്ത പരിശുദ്ധമായ ഖുർആനില്ലയോ. നമസ്കാരങ്ങൾ 5 വഖത്ത് നമസ്കരിക്കാൻ ചെറുക്കളപ്പള്ളിയിലേക്ക് കടന്നു ചെന്ന് വധുവെടുത്തുകൊണ്ട് ഇഅ്തികാഫിന് നിയ്യത്ത് വെച്ചുകൊണ്ട് കടന്നു ചെന്നുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് നീ ഓതി തീർത്ത പരിശുദ്ധ ഖുർആനില്ലയോ. ഒരു വഖത്ത് കഴിഞ്ഞ് അടുത്ത വഖത്ത് വരെ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഖുർആൻ ഓതി തീർത്ത സഹോദരങ്ങളില്ലയോ, ഖുർആൻ ഓതി തീർത്ത സഹോദരിമാരില്ലയോ. സന്തോഷിക്കണേ, സന്തോഷിക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അവനോട് ആ മനുഷ്യൻ പറയുമത്രേ, അന സാഹിബുൽ ഖുർആൻ, ഞാനാണ് നിന്റെ ഖുർആൻ. തീർന്നില്ല. മഹ്ശറിലേക്ക് അവനെ കൊണ്ടുവരുമ്പോ വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, ഗംഭീരത്താലുള്ള ഒരു കിരീടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തലയ്ക്ക് ധരിപ്പിക്കപ്പെടുകയാണ്, അവന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കപ്പെടുകയാണ്. ഈ ദുനിയാവിൽ ഈ പരിശുദ്ധമായ ഖുർആനിനെ നെഞ്ചിലെത്തിയവരല്ലയോ, ഖുർആൻ ഓതിയവരല്ലയോ. അതുകൊണ്ടിതാ നിനക്ക് ഈ തലപ്പാവിരിക്കട്ടെ, ഈ കിരീടം ഇരിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വയുഅതാ ബിയമീനിഹി അൽ മുൽകു, അവന്റെ വലതുഭാഗത്തായി സ്വർഗത്തിലെ രാജാധികാരത്തിന്റെ സർട്ടിഫിക്കറ്റ് അവന് കയ്യിൽ കൊടുക്കുകയാണ്. അവന്റെ വലതുഭാഗത്ത് രാജാധികാരത്തിന്റെ സർട്ടിഫിക്കറ്റ്, സ്വർഗലോകത്തേക്കുള്ള സർട്ടിഫിക്കറ്റ് അല്ലാഹു അവന്റെ കൈകളിലേക്ക് നൽകുമത്രേ. തീർന്നില്ല. ഇടതുഭാഗത്ത് സ്വർഗലോകത്തെ ശാശ്വതത്തിന്റെ സർട്ടിഫിക്കറ്റ് മലക്കുകൾ മുഖേന അല്ലാഹു കൈമാറുകയാണ്. ഈ ദുനിയാവിൽ 10ാം ക്ലാസ്സിൽ പഠിച്ച് മുഴുവനും A+ വാങ്ങിയ കുട്ടിക്ക് മഹല്ലദ സർട്ടിഫിക്കറ്റ് നൽകുന്നത് പോലെ വിശുദ്ധമായ ഖുർആൻ ഈ ഭൗതിക ലോകത്ത് ഓതി അതനുസരിച്ചുകൊണ്ട് ജീവിച്ചു, അത് ജീവിതത്തിൽ കൊണ്ടുവന്നു. നമസ്കാരം ചുട്ടുവച്ചു, നോമ്പുകൾ കൃത്യമായി പിടിച്ചു, സകാത്തുകൾ പാവങ്ങൾക്ക് കൊടുത്തു, നിരാലംബർക്ക് അവലംബമായി, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തു, പാവങ്ങളുടെ കണ്ണീര് ഒപ്പി സർവ്വലോകത്തുള്ള മുഅ്മിനീങ്ങൾക്കും വിശ്വാസികൾക്കും ഇതര സമുദായത്തിലെ സഹോദരങ്ങൾക്കും സ്നേഹവും ഐക്യവും പകർന്നു നൽകി. അങ്ങനെ മരണപ്പെട്ടു പോയ മനുഷ്യരിതാ മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ്. അവന്റെ വലതുഭാഗത്ത് സ്വർഗലോകത്തിലേക്കുള്ള ശാശ്വതത്തിന്റെ സർട്ടിഫിക്കറ്റ് അവന്റെ കൈകളിൽ അല്ലാഹു ധരിപ്പിക്കുമത്രേ. തീർന്നില്ല. അവന്റെ മാതാപിതാക്കളെ വിളിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ പരിശുദ്ധമായ ഖുർആനിന്റെ വാഹകരല്ലയോ, ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കളെ വിളിപ്പിക്കുകയാണ്. ചെറുക്കളത്തുള്ള കച്ചവടക്കാരാ, ചെറുക്കളത്തുള്ള പ്രിയപ്പെട്ട സഹോദര, അറബിയുടെ നാട്ടിൽ ചാട്ടുമാറി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലത്ത് കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ പണം കൊണ്ട് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ മക്കളെ പഠിപ്പിച്ചതാകുന്ന പാവപ്പെട്ട ഉപ്പയെ വിളിപ്പിക്കുകയാണ്. അന്യന്റെ അടുക്കളയിൽ വെച്ച് പാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ട് കൊണ്ടുവന്ന മക്കളെ ഖുർആൻ പഠിപ്പിച്ച പ്രിയപ്പെട്ടതാകുന്ന മാതാവിനെ റബ്ബ് വിളിക്കുകയാണ്. ആ മാതാപിതാക്കൾക്ക് ഇതാ സ്വർഗലോകത്ത് പട്ടുവസ്ത്രം അല്ലാഹു ധരിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ ഒരാൾക്കും അതിന്റെ വില നിശ്ചയിക്കാൻ കഴിയില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആ പാവപ്പെട്ട മാതാപിതാക്കൾ ചോദിക്കുമത്രേ, യാ അല്ലാഹ്, യാ
അല്ലാഹുവേ പടച്ചറപ്പേ എന്തിനാണ് ഞങ്ങളെ ഇത് ധരിപ്പിച്ചത് അല്ലാഹ് എന്തിനാണ് റബ്ബേ ഞങ്ങളെ ഇത് ധരിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന മാതാപിതാക്കളോട് പറയുമത്രേ യാഖദി വലദികുമാ അൽ ഖുർആൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിലാണ് ഖുർആൻ മുറുകെ പിടിച്ചതിന്റെ പേരിലാണ് ഖുർആൻ ഓതിയതിന്റെ പേരിലാണ് അത് അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഖുർആനിന്റെ വാഹകരാകണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു പേജ് വെച്ച് ഇൻഷാ അല്ലാഹ് ഓതും എന്ന് കൈവർത്തിക്ക് കഴിയുന്നവർ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഓതാനറിയാവുന്ന ഒരു ഫാത്തിഹ സൂറത്ത് നമുക്കറിയാം ആ ഫാത്തിഹ സൂറത്ത് അങ്ങനെ ആവർത്തിക്കുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഞായറാഴ്ച രാവിലെ പുരുഷന്മാർക്കും വൈകുന്നേരം സ്ത്രീകൾക്കും ഖുർആൻ ക്ലാസ് കൃത്യമായി നടത്തുന്നുണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ എല്ലാ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച രാവിലെ പുരുഷന്മാർക്കും വൈകുന്നേരം സ്ത്രീകൾക്കും അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ അല്ലാഹു അപ്പോൾ ആ ക്ലാസ്സിലൊക്കെ നമ്മൾ പങ്കെടുക്കുക ഖുർആൻ ക്ലാസ്സിലൊക്കെ നമ്മൾ പങ്കെടുക്കുക ഖുർആനുമായി ബന്ധപ്പെടുക എല്ലാ ഞായറാഴ്ചകളും നടക്കണം അല്ലാഹു സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون ഖുർആനിന്റെ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും ഖുർആൻ നമ്മൾ കേൾക്കുമ്പോഴും എന്ത് വേണം മിണ്ടാതിരിക്കുകയും നല്ലതുപോലെ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം എങ്കിൽ ലഅല്ലകും തുർഹമൂൻ ലഅല്ല എന്ന പദം സാധാരണഗതിയിൽ അറബിയിൽ പ്രയോഗിക്കുക പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് ലഅല്ലകും തുർഹമൂൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാധാരണഗതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക്